ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി കൂട്ടുകറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ, നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യണം കേട്ടോ. കൂട്ടുകറിക്ക് വേണ്ടിയിട്ട് കടല വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കടലയൊക്കെ വെന്തപ്പോൾ ആ കടല മാറ്റി അതേ വെള്ളത്തിലേക്ക് തന്നെ ഞാൻ കായും ചേനയും മുറിച്ചത് എടുക്കുകയാണ്. അതിട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ കായും ചേനയും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കായും ചേനയും നന്നായിട്ട് വെന്ത് വന്നപ്പോൾ അതൊന്ന് ഉടച്ചിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കടലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് തേങ്ങയും അതേപോലെ ചെറിയ ജീരകം കൂടി അരച്ച അരപ്പുണ്ടാക്കിയിട്ടുണ്ട്. ആ അരപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് തിളക്കണം. ആ തിളക്കുന്നത് വരെ തീ കൂട്ടിയിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതാ നമ്മളെ കറിയൊക്കെ നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗ്യാസ് സ്റ്റൗവിൽ ഇതൊക്കെ വേറൊരു പാത്രം വെച്ചിട്ടുണ്ട്. ആ പാത്രം നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക്, കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. വറ്റൽമുളക് ഉണ്ടെങ്കിൽ ചേർക്കാം. ഇപ്പം എൻ്റെ അടുത്ത് വറ്റൽമുളക് ഇല്ലാത്തതുകൊണ്ടാണ്. ഇനി അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ തേങ്ങ നന്നായി ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. നല്ലോണം ഒന്ന് വറുത്ത് വരണം, കളറ് മാറണം. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം വറുക്കണം. അതിൻ്റെ ആ സ്മെല്ല് വരുമല്ലോ, ആ സ്മെല്ല് വരുന്നവരെ വറുത്തെടുക്കുക. അപ്പോൾ ഞാൻ നമ്മളുടെ ഈ കൂട്ടുകറിയുടെ കൂട്ട് ഞാൻ ഈ തേങ്ങയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതാ എത്രയും പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നമ്മളെ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.